ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് മാത്രമാണ് അല്ലേ ചാണകം തളിക്കുന്നുള്ളൂ. നമ്മൾ ഇത് ചാണകം തളിക്കുന്ന വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ അതിന് പറഞ്ഞിരുന്നേ ചേച്ചി ഞങ്ങളിത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കുറേ പേര്. ഞാൻ ചെറുതാവുന്ന സമയത്തും എൻ്റെ വീട്ടിൽ സിമൻ്റൊന്നും ആയിരുന്നില്ല കേട്ടോ. ഈ ചാണകം തളിച്ച് ഇങ്ങനെ തളിക്കുകയല്ല, അന്ന് ചകിരി ഇട്ടിട്ട് കരിക്കും, അടുപ്പിലിട്ടിട്ട് ചകിരി ഒന്ന് കരിച്ചിട്ട് അതും ഈ ചാണകവും പാടെ രണ്ടും നല്ല പോലെ മിക്സാക്കിയിട്ട് രണ്ടും പാടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഉൾവശമൊക്കെ തേച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ ചോറുണ്ണും അല്ലെങ്കിൽ നമ്മൾ കടക്കുകയൊക്കെ ചെയ്തിരുന്നത് ഇതിൽ തന്നെയാണ്. ഇപ്പോഴല്ലേ ഇപ്പം നമ്മൾ ഇങ്ങനെ, ഇപ്പോഴത്തെ ചില കുട്ടികൾക്ക് അറിയണ്ടാവില്ല കേട്ടോ, പക്ഷെ ഞാനൊക്കെ ഇതിൽ തന്നെയാണ് വലുതാവണ വരെ. എൻ്റെ ഒരു 8ാം ക്ലാസ്സിലായിട്ടാണ് കേട്ടോ സിമൻറ്റിൻ്റെ തറ, സിമൻ്റ് ആക്കിയത് തറ. മറ്റേത് അതുവരെയും ചാണകം തന്നെയായിരുന്നു. നമ്മൾ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ വന്ന് കണ്ടവർക്കറിയാം നമ്മളെപ്പോഴും ഇങ്ങനെ ചാണകം തളിച്ച് അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇതാവുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് മുറ്റത്തിൻ്റെ 4 ഭാഗം കണ്ടോ, അവിടെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതേപോലെ അടിച്ചിട്ട് മുറ്റത്തിൻ്റെ 4 ഭാഗം നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇട്ടിട്ട് വരുമ്പോൾ ഇതിൽ പിന്നെയും ചളിയാവുള്ളൂ കേട്ടോ. ഇങ്ങനെ അടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദിവസം തളിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കളർ വാങ്ങുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ അടിച്ച് വിടുകയും ചെയ്യും. കണ്ടോ ഇവിടെ നിന്ന് ഇതുവരെയൊക്കെ നമ്മൾ അടിച്ച് വൃത്തിയാക്കി വിടുന്നതാണ്. ഇപ്പോഴൊക്കെ അല്ലേ ഈ ഇൻ്റർലോക്കിൻ്റെ കട്ടി കോൺക്രീറ്റ് ഒക്കെ ചെയ്തിരുന്നത്. പണ്ടത്തെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാട്ടാ, അവർ എല്ലാവരുടെ വീട്ടിലും പശു ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പിന്നെ പശു ഒന്നും അധികമല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഒരു വീട്ടിലേ ഉള്ളൂ പയ്യെ, അവിടെ നിന്ന് പോയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് പോയി കൊണ്ടുവന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല, ഇവിടെ അടുത്ത് കുറച്ച് വീടുകളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ നമ്മൾ അവിടെ പോയി, നമ്മളെല്ലാവരും അവിടെ പോയിട്ടാണ് ചാണകം എടുക്കുക. അവരുടെ പശുവും കൂടി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇങ്ങനെ ചാണകം തളിക്കലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും. ഇനി നമ്മളിവിടെ ദേശത്തെ പൂരവും വേലയൊക്കെ ആകുമ്പോൾ മൊത്തം അടിച്ച് വൃത്തിയാക്കി ഇടും കേട്ടോ. ഇത് വേഗം ഉണങ്ങുകയും ചെയ്യണേ. ഞാൻ എൻ്റെ ചോറൊക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ, കറി ആയില്ല, ചോറായി കുളിക്കാനാവുന്ന സമയത്ത് ഇവിടെ നിന്ന് അടിച്ചു വിടാലോ വിചാരിച്ചിട്ടേ അവിടെയൊക്കെ രാവിലെ ചെയ്തിരുന്നേ. കണ്ടോ ഇങ്ങനെ നമ്മളിത് അടിച്ചാൽ ഇങ്ങനെ പോവുകയും ചെയ്യും. കണ്ടോ വൃത്തിയിൽ കിടക്കണില്ലേ. ഇപ്പം നമ്മൾ ചാത്തപ്പനെ തുറന്നു വിടാൻ തുടങ്ങിയിട്ടാ. ഇല്ലാതെ അവിടെ ആ കൂട്ടിൽ നല്ല വെയിലല്ലേ, അപ്പോൾ ആ കൂട്ടിലിടുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഇന്ന് നമ്മുടെ ഉച്ചത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. എന്താ കറി വയ്ക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ എടുത്ത് കറി വയ്ക്കണം, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ വൃത്തിയായി കിടക്കണം. ഇനി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് തളിച്ചും വിടും. പിന്നെ ഇവിടെ അല്ലേ, ഇവിടെ നമ്മൾ തുണി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, തുടച്ച് വിടാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. മറ്റേതാകുമ്പോൾ പിന്നെ ഇത് അവിടേക്ക് ഉണങ്ങിയതാണ്, അപ്പോൾ പിന്നെ അവിടെ ആവില്ലേ, അങ്ങനെ വരുട്ടാ. കണ്ടില്ലേ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കേട്ടോ, പച്ചമുളക് ഇത് അരിഞ്ഞെടുക്കട്ടെ. തക്കാളി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കട്ടോ, പേസ്റ്റ് പോലെ ആക്കിയിട്ട്. കുറച്ച് നേരം വൈകിയേ നമ്മുടെ അടുത്ത വീട്ടിൽ ചേച്ചി വന്നപ്പോൾ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. എൻ്റെ കത്തിയുടെ കോലം നോക്കി എൻ്റെ മക്കൾ നല്ല മൂർച്ചയുള്ളൊരു കത്തി ഉണ്ടായിരുന്നതാണ്. കണ്ടോ കുഞ്ഞുണ്ണിയും അച്ചും, കുഞ്ഞിന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. കുഞ്ഞുണ്ണി ഡാന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞൻ ഒറ്റ ഒന്നാണ് കൊടുത്തേക്കണം. അതിൻ്റെ കരച്ചിലാണ് അവിടെ കേൾക്കുന്നത്. പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല തിരുമ്പാൻ വേണ്ടിയിട്ട് ഇതാ വെളുത്തുള്ളി, ചെറിയുള്ളി കാണിച്ചു തരാം കേട്ടോ. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി കേട്ടോ. പെരുംജീരകം വേണമെങ്കിൽ പെരുംജീരകം കൂട്ടാം. എൻ്റെ അടുത്ത് പെരുംജീരകം ഇല്ല. അപ്പോൾ ഇതാ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ. അച്ചു കണ്ടോ പറയുന്നത്, ഒന്ന് കറക്കി എടുക്കട്ടെ. മുരിങ്ങക്കായക്കൂലി വലിച്ചു തിന്നണ്. ഓ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. മീനൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ ഇഷ്ടമാണേ.
അങ്ങോട്ട് ഓരോരുത്തരൊക്കെ അടുത്തിങ്ങനെ വന്ന് നിൽക്കും, പൂച്ചേനെ പോലെ. പൂച്ചയല്ല, തലയുള്ളൂ. ചൂര തലക്കറി വെക്കാൻ തന്നെയാണ്. ചൂരമീൻ ഇട്ടാ കണ്ടോ. ഒരു കുറച്ച് തലഭാഗം എടുത്തിട്ടേ നമുക്ക് മുളക് ചാറ് വെക്കട്ടോ. തലയിൽ ഇറച്ചി ഉണ്ടാവും. തലയിൽ ഇറച്ചിയുണ്ട്. മുള്ളോ? കൂടുതൽ വറുക്ക. കറി വെച്ചാൽ അധികം നിങ്ങൾക്ക് ആർക്കും വേണ്ടല്ലോ. കറി ആർക്കും ഇഷ്ടമല്ല. കറി വറുക്കണതാണ് കൂടുതൽ ഇഷ്ടമല്ലേ അമ്മ? കേട്ടോ, കറി വയ്ക്കാൻ ഉള്ളതുണ്ട്. സുകന്യേ ആണോ? വറക്കണോ കറി വെക്കണോ? പഴം കട്ട പിടിച്ചു. എന്നാണ്ടോ എന്നാൽ തന്നെ ഇത്ര ഉണ്ട് കേട്ടോ. അതിട്ട് വെള്ളം കളയുടെയും ഇത് എത്ര ഇതായാലും ഈ ചൂരമീൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്താ ഇപ്പം നമ്മളിതാ കണ്ടില്ലേ മീൻ. എന്താ ഈ മീനിൽ നമ്മൾ മസാല തേച്ച് വെക്കട്ടെ. നാരങ്ങയൊന്നും വേണ്ട. വേണ്ട. പഴം തിന്നു കണ്ടോ? പഴം തിന്നിട്ടൊക്കെ കണ്ടോ? ഒരു കൊല കിടക്കണുണ്ടോ? കൊല കാണിച്ചു തരാത്താണ് കേട്ടോ. നമ്മൾ വലിയ കാണാൻ പാടില്ല. പൊന്നു കണ്ട ജലദോഷമുള്ളതാണ്. അപ്പോൾ നമുക്ക് ചൂട് കാലത്ത് ഇനി ഒരു കൊല പഴുക്കാറായിരിക്കണം കേട്ടോ. അതാണ് ഒപ്പം അങ്ങോട്ട് പഴുത്തിട്ട് അങ്ങോട്ട് കഴിയുന്ന തോന്നണത്. അച്ചു ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് വന്നോ. നമ്മളിതാ നല്ല പോലെ തിരുമ്പിയിട്ട് കണ്ട. മുള്ളു മാറ്റമ്മ. നമുക്ക് മുള്ളേ തരുള്ളൂ, ഞങ്ങൾ ഇറച്ചിയില്ല. നമ്മുടെ പ്ലേറ്റിൽ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാ അത് മുള്ളു നടക്കാട്ടോ. അമ്മക്ക് അതിന്റെ തോല് എന്താ കണ്ടോ? മസാല നല്ല പോലെ പുരട്ടിയായിട്ട് അതൊരു അരമണിക്കൂർ ആകുമ്പോഴേക്കും സെറ്റ് ആവുക. വെച്ചോ ഫീസല്ലല്ലോ, താഴെ എവിടെയെങ്കിലൊക്കെ വെക്കൂ. തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുക്കട്ടെ. എന്താ സുനി ഇപ്പൊ ചാറ് വേണ്ടേ? ചാറ് വേണം. നമുക്ക് എന്നിട്ട് നാളെ കഴിക്കാൻ കൊടംപുളി ഇല്ല. എന്താ കൊടംപുളി ഇല്ല, വാളംപുളിയേ ഉള്ളൂ. കൊടംപുളി കഴിഞ്ഞേക്കണു. കൊടംപുളി വേണം പറഞ്ഞ പോരെ. എന്താണ് ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. ഞാൻ കത്രിക കൊണ്ട് മുറിച്ചിട്ട് വരാം. അയ്യോ, ട്രൗസർ ഇടാതെ ഇവിടെ ഒരു സാധനം നിൽക്കുന്നു. നരഭോജികളെ കണ്ടിട്ട് വരികയാണ് കേട്ടോ. അവള് അതിനെ പറ്റിയിട്ടുള്ള പറഞ്ഞു തരാണ്. വെറുതെ അല്ല നീ മനുഷ്യനെ കടിക്കുന്നുള്ളൂ ഒക്കെ ചെയ്യണത്. നിനക്ക് തിന്നാൻ തോന്നുന്നുണ്ടോ? കോഴീനല്ല, കോഴീനെ തിന്നോട്ടോ, എന്നെ തിന്നാൻ വരരുത്. പൊന്നോ എന്റെ കുട്ടി ചിരിക്കണ നോക്കിയൊക്കെ. എന്താ എന്റെ ചിരി? എന്താണ് ചാത്തപ്പ ഇവിടെ? എന്താ സുകന്യയുടെ സുകന്യ അറിയണേ? എന്താ പറഞ്ഞത് നീ? നരഭോജികൾ. കുറെ നേരമായിട്ട് അച്ചുവിനോട് പറയുന്നു. അപ്പൊ അച്ചു ഇതെന്താ മേമാന്ന്. അപ്പൊ ഏത് സിനിമയത്തെ ഇപ്പൊ കഥ പറഞ്ഞു കൊടുത്ത? ആ കഥ പറഞ്ഞു അത്ഭുത ദ്വീപില് കണ്ടോ. ഇവിടെ വന്നിട്ടാണ് ഇപ്പൊ അവന്റെ ഒരു കളി. അതാ ചട്ടിയിലത്തെ വെള്ളം വറ്റട്ടെ. ചോപ്പ് കളറിലെ ചട്ടിയില്ലേ, ആരും വാങ്ങരുത് കേട്ടോ. കുറേ എന്താണെന്നറിയോ, ആ ചട്ടി ചിലത് പെട്ടെന്ന് പൊട്ടുകയാണ്. എന്നാൽ കറുപ്പ് കളറിലെ ചട്ടിയില്ലേ, അത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണെന്നറിയില്ല, ചട്ടി വാങ്ങിയത് എത്ര ചട്ടിയാണ് പൊട്ടി വെച്ചിട്ടാ. ഇനി ആദ്യം കുറേ ചട്ടികൾ വാങ്ങിക്കൂട്ടണം. പോയിട്ട് കറുപ്പ് ചട്ടി തന്നെ വേണം. അതാ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ? ചോപ്പിനെക്കാട്ടിൽ എന്തോ ബല കൂടുതലുണ്ട്. എണ്ണ ചൂടായി ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുകന്യേ, ഇതൊക്കെ കണ്ടിട്ട് വേഗം കുക്കിംഗ് പഠിച്ചിട്ട് എനിക്ക് വെച്ചുണ്ടാക്കി താടി പണ്ണേ.
ഞാനിവിടെ നോക്കുമ്പോ അവിടേക്ക് എന്താ പോയി നോക്കിക്ക് പണി. നമുക്ക് കഷ്ടായി ഇത് ഈ വണ്ടി പോയ നമ്മളിലേക്ക് courier. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ടേ. എടി അതിനൊരു ട്രൗസർ ഇട്ട് കൊടുത്താ. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക്. ഇത് നമ്മൾ തേങ്ങ അരച്ചിട്ടും കറി വെക്കട്ടാ. തേങ്ങ അരച്ചിട്ട് കറി വെച്ചാല് അമ്മ കുഞ്ഞിന്റെ അത്ര ഇല്ലേ വലിയ taste ഒന്നുമില്ല 600 എത്ര അറിയോ? 610 അല്ലെങ്കിൽ 16 ആണോ 600? എന്ത് 600 60 ചെറുത് 600. നമ്മള് ഉള്ളി ഇട്ട് കൊടുത്തോട്ടാ. ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വലിയ ഉള്ളി ഇല്ലേ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 60. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറട്ടെ. കുഞ്ഞത്ത് കണ്ടമ്മ ചപ്പാത്തി വരത്തുകയാണ്. ആര് കണ്ട നമ്മൾ പുളി ഇല്ലേ പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ. പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുടംപുളിയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല. ഞാൻ കുടംപുളി ഇല്ലാത്തത് കൊണ്ട് വാടംപുളി. ഓ അച്ചു നോക്കി നോക്ക്, എടുത്തൊന്ന് ക്ഷീണിച്ചിട്ടാ. ക്ഷീണിച്ച് അച്ചു കടന്നു. ഉറങ്ങുകയാണെന്ന്. ആ സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഉറങ്ങ്. ഉപ്പിട്ട് കൊടുക്കണ്ട്. അടച്ച് വെക്കട്ടെ. എന്താ കുഞ്ഞാ? വിശക്കുണ്ടോ? എന്താ കുഞ്ഞാന്ന്? ഒന്നുമില്ല. ആ ഓരോരുത്തരും നടക്കണ കണ്ട. കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കൈപ്പയ്ക്ക കണ്ടില്ലേ, എപ്പോഴും തിങ്കളാഴ്ച കൈപ്പയ്ക്ക കൊണ്ടുവരും കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ കൊണ്ടാട്ടം എനിക്കെനക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്കാണെന്ന് വെച്ചാലും ഒന്നുമില്ല തോന്നിക്കഴിഞ്ഞാൽ വേഗം കൊണ്ടാട്ടമുളകൊക്കെ ഇടാമല്ലോ. ഇപ്പോൾ 2-3 കുറച്ച് പച്ചമുളക് ഉണ്ട്. അപ്പോൾ പച്ചമുളക് അതും കൊണ്ടാട്ടിടണം. കൈപ്പയ്ക്ക ഈ ചൂടടുപ്പത്ത് തന്നെ ഇങ്ങോട്ട് ചെയ്യാച്ചാലേ കുഴപ്പമില്ലല്ലോ. കുഞ്ഞാവേ വെള്ളം കിട്ടിയോ? നമുക്കില്ല ഞാൻ വെള്ളത്തിലും അതിലൊക്കെ ഇട്ട് മരുന്ന് കലക്കി കൊടുക്കുക. ഇന്ന് കുഞ്ഞുണ്ണി മരുന്ന് കഴിക്കാണ്ട് അച്ചുട്ടി എന്താ ചെയ്തേക്കണമെന്ന് അറിയോ? പായസം കിട്ടിയിരുന്നു. പായസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങാടിപ്പുറത്തുനിന്ന് ഒരു ചേച്ചി സ്നേഹ പറഞ്ഞൊരു കുട്ടിയും ചേച്ചിയൊക്കെ ഇവിടെ അമ്പലത്തിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പായസം നമ്മളോട് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് നമ്മൾ രാവിലെ പോയി പായസം വാങ്ങി. പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കല്ല എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൽ കുഞ്ഞുണ്ണി മരുന്ന് കഴിക്കണില്ല. അപ്പോൾ അച്ചു എന്താ കാട്ടിക്കണമെന്ന് അറിയോ? ആ പായസത്തിൽ കൂടെ മരുന്ന് ഒഴിച്ചിട്ട് കൊടുത്തേക്കുക. അപ്പോൾ അവൻ കുടിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അവൻ്റെ കൈയും കാലും പിടിച്ച് നമ്മളൊരാൾ പിടിച്ചൊതുക്കണം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറേ ഉണ്ടാവും, പക്ഷേ ഉണങ്ങി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല തിളച്ച് വന്നപ്പോൾ ഇതാ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പപ്പടോ പേപ്പറോ? എന്തിൻ്റെ പേപ്പർ കുഞ്ഞോനെ? മീനോ? മീന് പേപ്പറല്ലതാ. അങ്ങനെ മീൻ കറി ഇതായിട്ടോ. അച്ചുട്ടിക്ക് പോവാണ്ടല്ലോ. മീൻ വറക്കണം. അച്ചുട്ടിക്ക് മീൻ വറക്കണം. ചട്ടിയിലിരുന്ന് കണ്ടോ, നമ്മുടെ ചട്ടിയിലിരുന്ന് ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ഇരുന്ന് തിളച്ചിതാവും കേട്ടോ. നമുക്കിവിടെ കുറച്ച് ചാറ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഒരുപാടല്ല, നമുക്ക് 2 നേരം കഴിക്കണമെങ്കിൽ കുറച്ച് വേണമല്ലോ. ഓ കണ്ടോ, എന്താ കൊണ്ടേക്ക്. എന്താ അവളുടെ ഒരു ഉഷാറ്. മീൻ കൊടുക്കുക.
വൈകുന്നേരം ദാ ഒരു പ്രാവശ്യം മീൻ വറുത്ത് കഴിഞ്ഞു. കണ്ടോ എരിവില്ല? കണ്ടോ അത് കൊടുക്ക്. നീ ചോറിനുമ്പോഴേ കുറേ ഇവിടെ മീൻ വാങ്ങിയിട്ട് അതാണ് മീൻ വറുത്ത ചിക്കൻ്റെ പോലെ ഉണ്ട് ഇത്ര. അപ്പോൾ നീ നമ്മൾ അച്ചോട്ടി ചോറ് എടുത്തിട്ട് വാ, കഴിക്കണ കാണിക്കാം. എടുത്തിട്ട് വാ, ചോറ് എടുത്തിട്ട് വാ. എടുത്തിട്ട് വാ. ഞാൻ കയ്യിലെടുത്തിട്ട് വരട്ടാ. കുഞ്ഞാ ചോറ് വേണ്ടേ? നേരെ ഇരിക്കടാ കുഞ്ഞാ. കുഞ്ഞുണ്ണിക്കുന്ന കണ്ടോ മീൻ വറുത്തു എന്ന് പറയുമ്പോൾ ചോറിന് ഒരു കഷ്ണം കൂടി തട്ടേ. കുഞ്ഞിന് ഈ ഒരു കഷ്ണം കൂടി എന്നാ അച്ചുട്ടിക്ക് കറിയിത്തി ഒരു കഷ്ണം, വറുത്തു ഒരു കഷ്ണം കേട്ടോ. നീ വറുത്തായിട്ട് തരാം കേട്ടോ. ചെക്കന്മാരെ ചോറ് വേണമെന്ന് ഇട്ട് കൊടുക്കണോ കണ്ടോ നിങ്ങളെ? കണ്ടോ കുഞ്ഞൻ്റെ ഉള്ളത് കുഞ്ഞ് അച്ചൂര് ഇട്ട് കൊടുക്കണ കണ്ടോ? അപ്പം നമ്മളേ എന്താ എങ്ങനെയുണ്ട് അച്ചുട്ടി കറി? സൂപ്പറാ. മീൻ വറുത്ത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ കറി കൂട്ടി നോക്കിയിട്ടില്ല. വറുത്തതിൽ ഒരു കഷ്ണം കഴിച്ചു നോക്കി. ഉപ്പും ഇതൊക്കെ ആദ്യത്തെ നമ്മൾ കുറച്ചൊന്ന് എരിവ് കമ്മിയാക്കിയതാണ് കേട്ടോ. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയതിൽ കുറച്ച് മുളക് പൊടി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എരിവില്ലല്ലോ, പാകല്ലേ എരിവ്? കുഞ്ഞുണ്ണിക്കൊക്കെ കഴിക്കാനുള്ളത് നമ്മൾ മാറ്റി വെച്ചതാണ് കേട്ടോ. അല്ല പറഞ്ഞു വെച്ചാൽ അവരത് കഴിക്കില്ല. കഴിക്കേ മാറ്റി വയ്ക്കുന്നത് വേണ്ട. ഇപ്പം എവിടെ ആ വീഡിയോക്ക് നോക്കിയിട്ട് പറ. ഇനി അടുത്ത പ്രാവശ്യം എന്താ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുഞ്ഞൻ കഴിക്കാതിരിക്കുക വെച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. കുഞ്ഞാ നീ എരിവ് കൂട്ടണമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തെങ്ങനെ കഴിക്കാതെ പോകണമെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്. പിന്നെ കയ്പ്പയ്ക്ക വാട്ടണത് ഞാൻ കാണിക്കണില്ല കേട്ടോ. കയ്പ്പയ്ക്ക് ഉപ്പും തിരുമ്പിയിട്ടൊന്ന് ആവി കയറ്റും, എന്നിട്ട് നമ്മൾ വെയിലത്തിട്ട് വയ്ക്കും. അപ്പോൾ മീൻ വറുത്ത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കട്ടെ.